എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾ സഹോദരിമാർ, സാഹോദര്യം പൂത്തുവിളയുന്ന വേങ്ങോടും മഞ്ഞമലയും പാലോടും ഒക്കെ മുസ്ലിം പ്രഭാഷണ വേദികളിൽ ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ വന്നിരിക്കലുണ്ട്. ആ സാഹോദര്യത്തിന്റെ പൂനിലാവ് ഇപ്പോഴും കെട്ടുപോയിട്ടില്ല എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ അവർക്കൊക്കെ വിശുദ്ധ ഇസ്ലാമിന്റെ തത്വനിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആധികാരികമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൃഷ്ടിശ്രീ സംഹാരകർത്താവായ പ്രപഞ്ചനാഥനായ ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നാടിന്റെ മുഴുവനും ശാപത്തെ തുടച്ചു മാറ്റുവാൻ, ഒരു നാടിന്റെ മുഴുവനും അദാബിനെ തുടച്ചു മാറ്റുവാൻ ഉതകുന്ന തരത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പേമാരി പെയ്യിപ്പിച്ചുകൊണ്ട് യുവജനവേദി എന്ന ശീർഷകത്തിന് താഴെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ പരിശ്രമഫലമായി നമുക്ക് കിട്ടിയ ഈ പരിപാടി അള്ളാഹു പൂർണ്ണമായും കളങ്കമറ്റ പ്രോഗ്രാമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ഓടി നടക്കുന്ന യുവ സുഹൃത്തുക്കൾ, വിയർപ്പൊഴുക്കുന്നവർ, പണം ചിലവഴിക്കുന്നവർ, ഉപദേശിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഈ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ മനോഹരമായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിന് ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ഒരു നിമിത്തമാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങളുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. വിശിഷ്യ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ മിദിലാജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെള്ളത്തിലേക്ക് വീണ് ജീവൻ നഷ്ടപ്പെട്ടു പോയ മിദിലാജ് എന്ന് പറയുന്ന പൊന്നുമോൻ, ആ പൊന്നുമോന്റെ വീട്ടിൽ ഇപ്പോഴും നിലവിളിച്ച് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന, സഹിക്കാനും ക്ഷമിക്കാനും എനിക്കാവുന്നില്ല എന്ന് വാവിട്ട് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൾഫിൽ നിന്നും ഇന്ന് വന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉപ്പാക്ക് അല്ലാഹു സഹനശേഷി പ്രദാനം ചെയ്യട്ടെ, ക്ഷമ കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ദുരിത അപകടങ്ങളെ തൊട്ട് സൃഷ്ടാവായ പടച്ചുടമ്പരാൻ കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ മരണപ്പെടുമ്പോൾ ഈമാനിന്റെ പതാക കയ്യിൽ പിടിച്ച് ഇസ്ലാഹിയത്തിന്റെ പ്രകാശം മുഖത്ത് വരച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നസീബാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊച്ചാലമൂട് മാവറമ്പലം പരിസരത്ത് ഈ കൊച്ചാലമൂട് എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്ത് യുവജനവേദി ഉണ്ടായിട്ട് അൽഹംദുലില്ലാഹ് 4 വർഷം തികയുകയാണ്. ഈ 4 വർഷം കൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ആ പ്രവർത്തകരെ കുറിച്ച് ആവേശത്തോടുകൂടി സംസാരിക്കുന്നത്. മതപ്രഭാഷണം എന്ന ലേബൽ വെച്ചിട്ട് നിങ്ങളെ എല്ലാവരെയും ഈ ഗ്രാമപ്രദേശത്തേക്ക് അവർ ഒരുമിച്ച് കൂട്ടുമ്പോ അതിന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അവരുടെ പക്കത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന, അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാശിൽ നിന്ന് ഒരു നാണയത്തൊട്ടുപോലും ഇസ്ലാമികമായി അവരുദ്ദേശിക്കുന്ന നാടിന്റെ നന്മയുറ്റ പ്രവർത്തനങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും വേണ്ടി അല്ലാതെ അവർ ചിലവഴിക്കില്ല എന്ന പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും അവരെ പിന്തുണയ്ക്കാൻ ധൈര്യം തരുന്നത്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാ കമ്മിറ്റിക്കാർക്കും എല്ലാ സംഘാടകർക്കും അതിന് കഴിയില്ല. കുറെ പ്രവർത്തിക്കുമ്പോൾ അഹങ്കാരം വരും, കുറെ പ്രവർത്തിക്കുമ്പോൾ നമ്മളാണ് മിടുക്കരെന്ന് തോന്നും, പിന്നെ മഹലിനെതിരെ പ്രവർത്തിക്കണമെന്ന് തോന്നും, പിന്നെ പള്ളിയിലെ ഉസ്താദന്മാർക്കെതിരെ പ്രവർത്തിക്കണമെന്ന് തോന്നും, പിന്നെ നാട്ടിലൊക്കെ വിപ്ലവങ്ങൾ ഉണ്ടാക്കണമെന്ന് തോന്നും, പിന്നെ കുറെ രാഷ്ട്രീയക്കാർ കുറച്ച് കുത്തിക്കൊണ്ടുപോകും, കുറെ മതസംഘടനക്കാർ കുറച്ച് കൊണ്ടുപോകും. അങ്ങനെ പോയി അവസാനം അത് നശിക്കലാണ് പതിവ്. ഇവിടെ ഈ വിഷയത്തിൽ അവരെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി എത്ര ഇലക്ഷൻ വന്നാലും, എത്ര പ്രോഗ്രാമുകൾ വന്നാലും, എത്ര വർഷം കഴിഞ്ഞു പോയാലും അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചതമ്പുരാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മാനുഷിക ഗുണമുള്ള പ്രവർത്തനങ്ങൾ ഭൗതിക ലോകത്ത് അള്ളാഹു തന്ന ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്തതിന്റെ റിസൾട്ട് കാണിച്ച് വിജയിക്കാനുള്ള ഒരു പരിശ്രമം അവരിലുണ്ട്. അതിലൂടെ രക്ഷപ്പെടുന്ന, അവരെ സഹായിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, പാവപ്പെട്ടവരും പണക്കാരും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ആരാരും ഇതിനു വേണ്ടി ഏതെല്ലാം അർത്ഥത്തിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രവാചകരുടെ കാവൽക്കാരൻ എന്ന മനോഹരമായ ഒരു ചരിത്ര പ്രഭാഷണമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, കുറെ കാലമായി ഈ ഭാഗത്ത് ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങളും, ചരിത്രം നമുക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ അത് ഇഷ്ടപ്പെട്ട് പഠിച്ചു വെച്ചത് കൊണ്ട് കാര്യമായില്ല. ആ ചരിത്രം നമ്മുടെ ഞരമ്പുകളിലൂടെ തിളച്ചു കയറി ഒരു മുസ്ലിമിന്റെ മാനസാന്തരമുണ്ടാക്കുന്ന ഈമാനികമായ ആവേശങ്ങൾക്ക് ആ ചരിത്രത്തിന്റെ ഓരോ ഭാഗവും
ഭാഗവാക്കാകുന്ന രീതിയിൽ ആ ചരിത്രം മാറുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ഉപകാരപ്പെടുക. ഈ ചരിത്രം ഏതായാലും നിങ്ങളുടെ മനസ്സിനെ മാറ്റും എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒന്നുമല്ലെങ്കിലും ഇതിൽ നിന്ന് പഠിച്ചത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന ആരെ കുറിച്ചാണോ പ്രവാചകന്റെ കാവൽക്കാരനായിട്ട് ചരിത്രം പറഞ്ഞത്, ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഇപ്പൊ ഇഷ്ടപ്പെടുന്നതിനേക്കാളും ഒരു 100 ഇരട്ടി ഇഷ്ടം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അള്ളാഹു അത് പഠിക്കാനും മനസ്സിലാക്കാനും ആ ഇഷ്ടത്തിലൂടെ ജീവിച്ചു മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടത്തിന്റെ തുടക്കം അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. അനുഭവിക്കാൻ ഇനി ദാരിദ്ര്യം ബാക്കിയില്ല, പഴി കേൾക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊലപാതകത്തിന്റെ ആലോചനകളുമായി 4 ഭാഗത്തു നിന്ന് വേദനകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ ആ സഹനത്തിന്റെയും ആ ക്ഷമയുടെയും ആ പുഞ്ചിരിയുടെയും ആ വാത്സല്യത്തിന്റെയും ആ ലാളനയുടെയും കണക്കുകൂട്ടലുകൾ മനസ്സിലാക്കി കല്ലെറിയാൻ വന്നവരും കൊല്ലാൻ വന്നവരൊക്കെ അവസാനം ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ജീവിതം തന്നെ എന്റെ സന്ദേശമാണ്, പ്രഭാഷണമല്ല, പ്രബന്ധമല്ല, എഴുത്തല്ല, പ്രസംഗമല്ല, എന്റെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ സന്ദേശമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ടപ്പോ ശത്രുക്കൾ പോലും വാള് അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ പ്രവാചകന്റെ കാൽപാദത്തിലേക്ക് വന്നിരുന്ന് ഷഹാദത്തുകളും പറയാൻ തുടങ്ങി. എത്രയോ ആളുകൾ എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ച് ഊരിപ്പിടിച്ച വാളുമാർ ഉറയുന്ന വാളൂരിയാൽ അത് രക്തം പുരളാതെ ഇന്ന് വരെ ജീവിതത്തിൽ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം പറയുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമാർ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ മക്ക പർവ്വതങ്ങൾ വരെ കിടുകിടാ വിറച്ചുപോയി എന്ന ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളൂരി പ്രവാചകരുടെ കാൽക്കലേക്ക് വന്ന ആ ബഹുമാനപ്പെട്ടവർ അവസാനം ഷഹാദത്ത് കലിമ പറഞ്ഞ് വാളു വലിച്ചെറിഞ്ഞ് മുത്തറസൂലിന്റെ മാരടത്തിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ ചരിത്രം വല്ലാതെ പുളകം കൊള്ളുന്ന രംഗമാണ്. അങ്ങനെ എത്രയെത്ര ആളുകൾ അവസാനം ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്, ശത്രുക്കളാണ്, ഒരു വിഭാഗത്തിന് തീരെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ സംഭവം നടന്നതാണ് ഹുദൈബിയയുടെ സമയം. ആയിരക്കണക്കിന് ആളുകൾ രഹസ്യമായും പരസ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുമ്പോ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്നവരിൽ വാപ്പയെ മറന്നുകൊണ്ടുവരുന്ന മക്കളുണ്ടായിരുന്നു, ഉമ്മയെ കളഞ്ഞിട്ട് വരുന്ന മക്കളുണ്ടായിരുന്നു. സ്വത്തും കൊട്ടാരവും പദവിയും പവറും കുടുംബ മഹിമയും ഒന്നും നോക്കാതെ ഇനി എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദർശം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടി പഠിച്ചുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒഴുകിയെത്തിയിരുന്നവരായിരുന്നു ഹുദൈബിയ കാലഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തറസൂലിന്റെ മുമ്പ് കുറെ ആളുകൾ. അവരെല്ലാവരും വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച റാഹത്തായിട്ടിരിക്കുമ്പോ അവരുടെ ബന്ധുക്കളും അവരുടെ കുടുംബക്കാരുമെല്ലാം അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരികയാണ്. അവര് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളൊരു പരാതി പറയാൻ വേണ്ടി വന്നതാ. എല്ലാവരെയും മയക്കിയെടുത്തതുപോലെ, എല്ലാവരെയും കുറ്റപ്പെടുത്തിയതുപോലെ, എല്ലാവരെയും കൈവശപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നീ തട്ടിയെടുത്ത ആ ഒരു വിഭാഗം ജനങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലാരെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോവില്ല, അവരെയും കൊണ്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് 100 കണക്കിന് ആളുകൾ നിന്റെ മുമ്പിലേക്ക് വന്ന് ഇസ്ലാമരം സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഇസ്ലാമരം വളഞ്ഞിട്ട് അവരെ ഞങ്ങളോടൊപ്പം തിരിച്ചുവിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോവില്ല എന്ന് ശക്തിയുക്തം പാലിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കി, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? വന്നവർ പറഞ്ഞു, ഇന്നമാ ഖറജു ഫിറാറൻ മിൻ അംവാലിനാ, അവർ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സമ്പത്തെല്ലാം കളഞ്ഞിട്ടാണ്, ഞങ്ങളുടെ മനോഹരമായ വീടും കൊട്ടാരവും സ്വവസതിയും സന്തോഷവും എല്ലാം കളഞ്ഞിട്ടാണ് മുഹമ്മദേ യതീമായ നിന്റെ മതത്തിന്റെ ആദർശം സ്വീകരിക്കാൻ വേണ്ടി അവർ വന്നത്. അവർക്കറിയില്ല ഇസ്ലാം കള്ളത്തരമാണ്, പൊള്ളയാണ്, മോശമാണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവരെ നീ പിടിച്ചു വെക്കാതെ തിരിച്ചുവിട്ടില്ലെങ്കിൽ നിന്നോടൊപ്പമുള്ളവരെയും നിന്നെയും ഞങ്ങൾ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർ വിചാരിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ
ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നയാളാണ് എന്ന ഒരു തെറ്റിദ്ധാരണ അവർക്ക് വന്നുപോയി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹു പടച്ചതമ്പുരാനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാ, ഇനി എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ ഇനി എന്നോട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന മുസ്ലിമായവരെ തിരിച്ചു വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരാരെയും നിങ്ങൾ നിർബന്ധിച്ച് മുസ്ലിമാക്കിയതല്ല. ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലായപ്പോ ആകാശത്തിന്റെ അധിപനായ, പ്രപഞ്ചത്തെ പടച്ചവനായ, ഭൂമിയെ പടച്ചവനായ, സൃഷ്ടിസ്ഥിതി സമാനകർത്താവായ പ്രപഞ്ചനാഥനാണ്, ഏക ഇലാഹാണ് എന്ന തിരിച്ചറിവ് ബോധവും ഉണ്ടായപ്പോ ആ പ്രവാചകന്റെ ആ ഏറ്റവും വലിയ തൗഹീദിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രബോധനവുമായി കടന്നു വന്ന പ്രവാചകനാണ് ഞാനെന്നവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കൊണ്ട് നിങ്ങളെ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടില്ല. അവരെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു പിടിച്ച വാളുമാർ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റ് പോലെ കവന്തത്തെ വാളിന്റെ മൂർത്തന്യവും കുത്തിവെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഏറ്റവും വലിയ ധീരനായ ഒരു യോദ്ധാവിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുവിടും. അതുകൊണ്ട് തന്തഹുന്ന ഈ വർത്തമാനം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകണമെന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ വാക്ക് കേട്ടുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആരെയും നോക്കാതെ നിങ്ങളുടെ തലവെട്ടിയെറിയുന്ന ധീരനായ ഒരാള് അല്ലാഹു നിങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് വെച്ചോ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ അവിടെ തെളിച്ചുകൂടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹാബികൾ മുഖത്തോട് മുഖം നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ധീരനായ ധൈര്യശാലിയായ അഭ്യസ്തവിദ്യനായ ആ യുവത്വം തുളുമ്പുന്ന യുവനേതാവ് ആരായിരിക്കുമെന്നവർക്ക് സംശയം വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലേ, അത് ഞാനാണോ ഹബീബേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മൂർച്ചയുള്ള വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങയുടെ കാവൽക്കാരനായി, ദീനിന്റെ കാവൽക്കാരനായി, സഹാബത്തിന്റെ കാവൽക്കാരനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ഏറ്റവും വലിയ കാവൽ നിൽക്കുന്ന യോദ്ധാവിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവിടെ ഇരിക്കണം, അബൂബക്കറെ നീയല്ല. മൻ ഹുവ യാ റസൂലല്ലാഹ്, ആ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീയല്ല അബൂബക്കറെ, അവിടെ ഇരിക്കുക. രണ്ടാമത്തെ ആളുകളിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ ധൈര്യത്തിന്റെ കഥ പറഞ്ഞാൽ, നീതിയുടെ കഥ പറഞ്ഞാൽ, യോദ്ധാവിന്റെ കഥ പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ മറ്റൊരാളില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നപ്പോൾ സഹാബികൾ വിചാരിച്ചു ഉമറായിരിക്കുമെന്ന് കരുതി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ നീയല്ല അവിടെ ഇരിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, ഉസ്മാനേ നീയല്ല അവിടെ ഇരിക്കുക. എല്ലാ സഹാബികളും അത്ഭുതത്തോടുകൂടി കാത്തിരുന്നു. ആരാണ് ആ ധീരയോദ്ധാവെന്നറിയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് ഒരുമിച്ചെഴുന്നിട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികൾ ചോദിച്ചു, മൻ ഹുവ യാ റസൂലല്ലാഹ്? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ ഒരു വലിയ ഭീഷണിയുടെ സ്വരം മുഴക്കിയിട്ട് അവരെ വിരട്ടി പറഞ്ഞേക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ഈമാനിന്റെ, ഏറ്റവും വലിയ ധൈര്യത്തിന്റെ, ഏറ്റവും വലിയ അഭ്യാസത്തിന്റെ, ഏറ്റവും വലിയ സ്ഥൈര്യത്തിന്റെ കഥയുമാറി കടന്നു വന്ന യോദ്ധാവ് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആസിഫുൻ അലി, ഇന്നലെ രാത്രിയിൽ ഇശാ നമസ്കാരം കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് ചില കേടുപാട് വന്നിട്ടുണ്ട്, അത് ശരിയാക്കി കൊണ്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കാലിൽ കിടന്ന ചെരുപ്പ് വാങ്ങിക്കൊണ്ടുപോയ ഒരു സഹാബിയാണത്. അതാ നിങ്ങൾ അങ്ങോട്ട് നോക്കുക, ആ മനോഹരമായ ഇന്ദമരത്തിന്റെ കവാടം തുറന്നുകൊണ്ട് കടന്നു വരുന്ന സഹാബിയെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മൂർച്ചയുള്ള വാളുമായി ഇറങ്ങി വരുന്ന ധീരനായ യോദ്ധാവെന്ന് ഞാൻ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഭീഷണി മുഴക്കി പറഞ്ഞു കൊടുത്തരെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ എല്ലാ സഹാബികളും ചിന്തിക്കുന്നു, അല്ലാഹ് ഇന്നലെ പ്രവാചകന്റെ ചെരുപ്പ് വാങ്ങി കൊണ്ടുപോയതാരാ? മുത്ത റസൂൽ ധരിക്കുന്ന ചെരുപ്പ് നേരെയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാരാ? എല്ലാവരും നോക്കിയിരിക്കുമ്പോ കവാടം കടന്നുകൊണ്ട് കിടന്നു വരുന്നതാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ട കൊച്ചാലമോടുകാരാ ഇന്ന് വരെ ജീവിതത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എത്രയോ
ലക്ഷക്കണക്കിന് സഹാബികൾ കടന്നു വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ബഹുമാനപ്പെട്ട സഹാബിവര്യനെ പോലെ ഒരു ചരിത്രത്തിന്റെ നായകനാകാൻ, ഉടമയാകാൻ, സൗഭാഗ്യങ്ങളുടെ ഏറ്റവും വലിയ പർദീസയിലേക്ക് ഒരു കിളിയെ പോലെ ചിറക് വെച്ച് പറന്നു പോകാൻ ഒരു സഹാബിക്കും കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിയാണ് കവാടം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോ, സഹാബികൾ നോക്കുമ്പോൾ അതാരായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പോലെ തിളക്കമുള്ള ഒരു ചരിത്രം കാണിക്കോ. ഒറ്റക്കണക്കിന് സഹാബത്തിന്റെ ചരിത്രം പറയൂ നോക്കിയാൽ എന്റെ കൊച്ചാലുമൂടുകാരാ, ഒരു കടലാസ് പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. എന്റെ പ്രവാസന ജീവിതത്തില് കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന ശീർഷകത്തിലൂടെ നിങ്ങൾ ആ കാസറ്റ് കേട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ പടവാൾ എന്ന ശീർഷകത്തിന് താഴെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ സിംഹം എന്ന ശീർഷകത്തിന് താഴെ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, ഈ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഒരു വാക്കുപോലും മറ്റ് സഹാബികളെ കുറിച്ച് മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ല. അത്രത്തോളം പദവിയുടെ, അത്രത്തോളം ഉന്നതിയുടെ, അത്രത്തോളം സ്ഥാനമാനത്തിന്റെ കൊടുമുടിയിലേക്ക് പറന്നെത്താൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനായ അലിയും കറമല്ലാഹു വജ്ഹു തങ്ങളുടെ ചരിത്രം ഞാൻ എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സദസ്യർക്ക് റബീഉൽ അവ്വലിന്റെ സമ്മാനമായിട്ട് പ്രഭാഷണത്തിലൂടെ സമർപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാറ്റത്തിന്റെ മാറ്റിൽ കൊടുക്കുന്ന പടക്കുതിരകളായിട്ടല്ലാതെ ഈ സരസിൽ ഞാൻ എഴുന്നേറ്റ് പോകാൻ പാടില്ല. പൊന്നുമോനെ, ഒരു കേവലം ഒരു സിനിമ ഇറങ്ങുമ്പോ ആ സിനിമാ സ്റ്റൈലിൽ മുടിവെട്ടാനും, ആ സിനിമാക്കാരന്റെ പോലെ വസ്ത്രം ധരിക്കാനും, ആ സിനിമാക്കാരന്റെ പോലെ നടക്കാനും, അയാളെ പോലെ ജീവിക്കാനും സ്വാഭാവികമാരും വിവരക്കേടിന്റെ പടുംകുഴിയിൽ വീണുപോലെ ആധുനിക കാലഘട്ടത്തിലെ എന്റെ ഏഴാംകൂലികളെ പോലെ ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ മനസ്സ് വെക്കുമ്പോ, എന്റെ പൊന്നുമോനെ, ഇതൊരു സിനിമയുടെ കഥയല്ല, ഇതൊരു നോവലല്ല, ഇതൊരു ചരിത്രമാണ്. ആകാശം പൊട്ടിക്കറഞ്ഞു പോലെ ഭൂമി രോമാഞ്ചം കൊണ്ടുപോയ ഇസ്ലാമിക ചരിത്രങ്ങൾ അത്ഭുതത്തോടുകൂടി മാത്രം അന്നും ഇന്നും എന്നും കാണുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാ. എന്റെ പെങ്ങള്, ആ ധൈര്യശാലിയുടെ ചരിത്രം നിന്റെ മനോമുഖരത്തിലേക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഈ മാസത്തിന്റെ പവിത്രതയിൽ നിനക്ക് സമർപ്പിച്ചു തരുമ്പോ ഒരു മാറ്റമില്ലാതെ എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത് അലിയാരിതങ്ങളോടുള്ള സ്നേഹക്കുറവിന്റെ പേരിലായിപ്പോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.